എല്ലാരും തയ്യാറായിരിക്കൂ. റേസ് ഇപ്പൊ തുടങ്ങാൻ പോവാണ്. ഞാൻ 3 വരെ എണ്ണും. എന്നെ കഴിഞ്ഞതിന് ശേഷം എല്ലാരും ഓടണം. ആരാണ് ഫസ്റ്റ് വരുന്നത് നോക്കാം. ബോസ് ഫസ്റ്റ് വരുന്നവർക്ക് എന്താ തരുന്നേ ബോസ്? പറയാം. ഫസ്റ്റ് വരുന്നവർക്ക് ഒരു സർപ്രൈസ് കാത്തിരിക്കാന്. ആദ്യം നിങ്ങളൊക്കെ കണ്ണടച്ച് ഫോക്കസ് ചെയ്യൂ. ഓക്കെ ഇപ്പൊ കണ്ണ് തുറക്ക്. റേസ് തുടങ്ങാം. റെഡി സ്റ്റഡി ആൻഡ് ഗോ. ബോസ് ഇവിടെ എന്താ വെച്ചിരിക്കുന്നത് ബോസ്? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത ബോസ്. ഞാൻ ഇവിടെ ഒരു ഇൻവിസിബിൾ വാൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഇൻവിസിബിൾ വാൾ ആർക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ താഴെ വീണത്. എന്റെ കണ്ടുപിടുത്തം എങ്ങനെ ഉണ്ട്? ഈ വാൾ കടന്ന് ആർക്കും അകത്ത് വരാൻ കഴിയില്ല. കട്ടുപറ്റുണു മാത്രമല്ല, ആ മന്മാണി സാർ പോലും എന്റെ അടുത്തേക്ക് കൂടെ വരാൻ കഴിയില്ല. അടിപൊളി. എത്തിക്കഴിഞ്ഞല്ലോ. ഇനി ഈ ഷേർ സിംഗിന്റെ കളി നിങ്ങൾ കാണാൻ പോവാണ്. ബട്ടു നിനക്കൊന്നും പറ്റില്ലല്ലോ. സോറി ഉണ്ട് കേട്ടോ, ബട്ടു അറിയാതെ വന്നതാണ്. കേട്ടോ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ റോഡിന് എന്ത് പറ്റി? മെയിൻ റോഡിനേക്കാളും ഭയങ്കര തിരക്കാണല്ലോ ട്രാഫിക്കേ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടാവാറില്ലല്ലോ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ആരോ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തോന്നുന്നത്. ഇതിന്റെ പിന്നിൽ എന്തോന്നുണ്ട്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. ഞാൻ നിങ്ങളുടെ ഒപ്പം കുറെ കാലമായി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ കളിയിൽ നിങ്ങൾ ജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരാം. ബോസ് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അവർക്ക് മാത്രമേ നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് മിണ്ടില്ല. പിണക്കമാണ്. മണ്ടത്ര വിളിച്ച് പറയല്ലടാ. കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്ക്. ഒന്ന് മിണ്ടാണ്ടിരിക്ക്. വേഗം വന്ന് പിടിക്കേ. വേഗം രക്ഷപ്പെടണം. പാടാ, ഒന്ന് വേഗം പോകണം. വേഗം. ഷേർ സിംഗ്, ഞങ്ങൾ ഒരു പ്രാവശ്യമേ പറയാൻ പോകുന്നുള്ളൂ. ബാങ്കിന്റെ കാശൊക്കെ തിരിച്ചു കൊടുത്തേക്ക്. ഞാൻ ഇന്ന് ഒരുപാട് പൈസ മോഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്തെടുക്കാം. എന്ത് പറയുന്നു? ഓഹോ ഷേർ സിംഗ്, ഓർമ്മയില്ലേ? ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. പ്രശ്നം, നമുക്ക് എന്തായാലും സഹായം വേണം. ബട്ടു, നമുക്കല്ല, ഷേർ സിംഗിനാണ് ആവശ്യമുള്ളത്. എന്ത് പറ്റി? വാ, വന്നെന്നെ അടിക്കേ പ്ലീസ്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. ഞാനിതാ വരുന്നടാ.
എന്റെ കൈ. കട്ടു, ഈ ഷെയർസ് കിട്ടില്ല. ഈ ഷെയർസ് എന്തോ ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്റെ അമ്മ, എന്റെ കാല് പോയേ. നിങ്ങൾ രണ്ടുപേർക്കും എന്റെ അടുത്ത് പോലും വരാൻ കഴിയില്ല. മനസ്സിലായോ? ഞാൻ ഈ നഗരത്തിൽ ഉള്ള എല്ലാ ബാങ്കും മോഷ്ടിക്കും, എന്നിട്ട് വലിയ പണക്കാരനാകും. മന്മാനിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗട്ടു ബട്ടു, നിങ്ങൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാ ഞാൻ വരട്ടെ. ഓ, ഇവന്മാരോട് സംസാരിച്ച് ഈ ഇൻവിസിബിൾ വാളുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. Good. Bye. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ ഷേർ സിംഗ് വലിയൊരു സംഭവം തന്നെയാണ്. ഒരു ഇൻവിസിബിൾ വാളല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റാത്തത്. ഇങ്ങനെയാണ് ആ ഷേർ സിംഗ് അവന്റെ അടുത്ത് ആ ഗേജറ്റിന്റെ സഹായത്തോടെ അത്രയും ഹാർഡായ ഇൻവിസിബിൾ വാള് തയ്യാറാക്കിയത്. ആ വാളിൽ നിങ്ങൾ ചെന്ന് മുട്ടിയാൽ അത് നിങ്ങൾ തിരിച്ചു തള്ളുന്നതായിരിക്കും. ഗട്ടു, ഈ ഷെയർ സിംഗിന്റെ ഇൻവിസിബിൾ വാൾ ഉണ്ടല്ലോ, അത് പൊട്ടിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നമ്മുടെ ഈ ബുദ്ധി ഉപയോഗിച്ച് ഒരു നല്ല എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനിപ്പോ വരാം. വാവ്, ചോക്ലേറ്റ് ബോംബ്, കൊള്ളാലോ പേര്. ഈ പ്രൊഫസർ എന്നെ പകരം വീട്ടിയതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് നീ മറന്നുപോയോ? ഇവിടെ നിങ്ങൾ കാണുന്നതൊന്നും ഇല്ലതാനും കാണാത്തതെല്ലാം ഉണ്ടതാനും. മനസ്സിലായോ? ബട്ടു, എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. നമ്മള് കരയിൽ നിന്നും ആകാശത്ത് നിന്നും അറ്റാക്ക് ചെയ്താലോ? പ്രൊഫസർ സാറേ, നിങ്ങളുടെ ഹെൽപ്പ് വേണം കേട്ടോ. ഓക്കേ. എയർ അറ്റാക്ക്! വാ. ഈ ഷേർ സിംഗ് തന്നെ അറ്റാക്ക് ചെയ്യാൻ വരാനോ? നിനക്ക് മാത്രമല്ല, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ബോംബ് ഞാൻ ഇട്ടു, പക്ഷെ സൗണ്ട് എന്താ വരാത്തേ? ബട്ടുവിടെ സിക്സ്ത് സെൻസ് പറയുന്നു എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ഓഹോ ബട്ടു, പ്രശ്നം നിന്റെ തലയിൽ തന്നെ ഉണ്ട്. നിന്റെ സ്ഥലത്ത് നോക്ക്. നീ എന്തുട്ടായി പറയുന്നേ? എന്റെ സ്ഥലത്തുണ്ടെന്നാ? എന്റെ സ്ഥലത്ത് എന്തിട്ടെന്ന്? ഇവിടെ ഒന്നും ഇല്ലെന്നേ. നീ വെറുതെ ചുമ്മാ പറയല്ലെന്നേ. ഓഹോ എന്റെ ബട്ടു, ഇപ്പൊ നീ പുറകോട്ട് നോക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മുമ്പോട്ട് നോക്കാൻ പറ്റാതെ പോകും. ബോംബ് നിന്റെ പുറകിലുണ്ട്, പുറകിൽ. എന്റെ പുറകിലാ? ബൈ. ബട്ടു, നീ എത്തിയോ? അല്ല, ഈ ഗട്ടു എവിടേക്കാ പോയത്? ഒരു പക്ഷേ അവൻ ആ പ്ലെയിനിന്റെ ഒപ്പം ബ്ലാസ്റ്റ് ആയോ? ഓ, സോറി. ഗട്ടു ബട്ടു ഇപ്പൊ വേർപിരിഞ്ഞല്ലോ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ഓഹോ ഷേർ സിംഗ്, ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ നിങ്ങൾ ആരും ഒന്നുമല്ല. വേണമെങ്കിൽ ഓടി ഒളിച്ചോ, കാരണം നിങ്ങളെ കൊല്ലാൻ പോവാണ് ഞാൻ. നമ്മൾക്ക് ചാവണ്ട. ബട്ടു, ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുവെന്ന്. കുഴിയോ?
എവിടെയാണ് കുഴി എവിടെ? ഓ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് മറക്ക്. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ. പഴഞ്ചൊല്ല് പറയാനുള്ള ഓട്, സമയം കണ്ടോ ഓടിക്കോ. നമുക്ക് അവിടെ പോയി വാ. ആരാണത് മിസൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തത്? അവൻ എന്റെ കയ്യിൽ കിട്ടിയോ ഞാൻ അവനെ ഓടിപ്പോയി പിടിക്കുന്നതായിരിക്കും. അതെന്തായാലും കലക്കി സാറേ. അയാളെ കാണാൻ പറ്റാത്തപ്പോ പോലും പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു സാറേ. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ ചായ തരാം സാറേ. ഇന്നാ പിടിച്ച് കുടിക്ക്. ബട്ടു, പ്ലാൻ എ ആ ഗൺ എടുക്കാന്നുള്ളതാണ്. ഇനി അഥവാ പ്ലാൻ എ എങ്ങാനും നടന്നില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്നത് റെയിൻബോ ട്രാപ്പ് ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ. ഹേയ് ഗട്ടു, അവിടെ നോക്കിയേ ഗണ്ണ്. ഇത് നമുക്ക് എടുത്തിട്ട് പ്ലാൻ സിയിലേക്ക് പോയേക്കാം. ഈ ഗണ്ണ് മാത്രമുണ്ടെങ്കിൽ ഷേർ സിംഗിനെ ഈ ബട്ടു ഒരു വഴിയാക്കി കളയും. ഓടിക്കോ. പിള്ളത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ഹേയ് ഡോഗി, അവരെ വിടരുത്. അറ്റാക്ക്! ഗട്ടു, നീ നിക്കല്ലേ, ഓടി വാ. ഞാൻ എങ്ങനെയാണ് ഓടുന്നത്? എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഈ പട്ടി എന്നെ പുറകിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. കടിക്കില്ല. ബാക്കി കടിച്ചു കട്ടു, അതിന് കടിച്ചു. പട്ടീനെ വിടും. ചമ്മക് സിംഗ്, രാത്രിയിലുള്ള ഈ റൗണ്ട്സ് നമുക്ക് വളരെ നന്നായിട്ടുണ്ടല്ലേ? എന്ത് പറയുന്നു? സാറേ പട്ടി സാറിനെ കടിച്ചു സാറേ. അവനോട് ഞാൻ വിടാൻ പറഞ്ഞിട്ടൊന്നും വിടുന്നില്ല സാറേ. എന്താ ചെയ്യാൻ പോകുന്ന സാറേ? സാറേ അവനെ ഓടിച്ചു സാറേ. എന്തായത് ഇത്രയും ഡോഗ്സിനെ ആരാ അഴിച്ചു വിട്ടത്? എന്റെ അമ്മോ, എന്തൊരു കടിയാ കടിച്ചത്. എനിക്ക് വേദനിക്കുന്നേ. ഈ ഡോഗ് ഇതുവഴിയാണല്ലോ വന്നത്. ഇത് ഷേർ സിംഗിന്റെ സ്ഥലമാണല്ലോ. എന്തായാലും അകത്ത് ചെന്ന് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അതെ, ഈ സമയത്ത് ആ കട്ടുവും പട്ടുവും എന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കായിരിക്കും. പക്ഷേ എന്നെ ചുറ്റിലും ഈ ഇൻവിസിബിൾ വാൾ ഉള്ളവരെ അവർക്ക് എന്റെ നിഴലെ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെങ്ങനെയാ എവിടേക്ക് വന്നത്? എന്താണ് പിള്ളേരെ, എത്രയും ഭംഗിയുള്ള ഡയമണ്ട് എങ്ങനെയാ എവിടേക്ക് വന്നത്? ബോസ്, ഇത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ ബോസ്? അല്ല, ഞാൻ കൊണ്ടുവന്നതല്ല. സത്യം പറ, ആരാ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഓഹോ, ഇത് എന്റെ ഡയമണ്ട് ബോസ്. ഞാൻ കൊറേ ദിവസമായിട്ട് തിരയായിരുന്നു ബോസ്. എന്റെ ഡയമണ്ട് എനിക്ക് കിട്ടിയേ. എടാ, നിക്ക്. അത് എന്റെ ഡയമണ്ട് തന്നെയാണ്. അത് അവിടെ വെച്ച കാര്യം ഞാൻ തന്നെ മറന്നുപോയി. ഇത്രയും ഭംഗിയുള്ള ഡയമണ്ടിന്റെ കാര്യം ഞാൻ എങ്ങനെയാണ് മറന്നത്? ശരി, സാരമില്ല. ഞാൻ ഇപ്പൊ തന്നെ അത് പോയി എടുത്തോളാം. എന്റെ പൊണ്ണു ഡയമണ്ടേ, ഞാൻ ദാ വരുന്നു. യെസ്, നമ്മുടെ പ്ലാൻ നടക്കുന്നുണ്ട്. ഷേർ സിംഗ് റെയിൻബോ ഡയമണ്ട് ട്രാപ്പിൽ വീണുന്നാ തോന്നുന്നത്. ആ ഡയമണ്ട് എടുക്കാൻ വേണ്ടി അയാൾ ഇൻവിസിബിൾ വാളിന്റെ പുറത്തേക്ക് വരും. അപ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഡയമണ്ട് എന്റേതാണ്. ഈ ഇൻവിസിബിൾ വാളുള്ള കാര്യം ഞാൻ എപ്പോഴും മറക്കാനല്ലോ.
ഹലോ ഷേർ സിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ രക്ഷിക്കേ! വേഗം, വേഗം താഴെ ഇറക്ക്! എടാ, എന്താണ് നോക്കി നിൽക്കുന്നത്? ബട്ടു, ഈ ഗണ്ണ് നീ തന്നെ വെച്ചോണേ. ഷേർ സിംഗിനെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. എടാ പിള്ളേരെ ഒന്ന് വേഗം ആലോചിക്കേ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കേ. എടാ മണ്ടന്മാരെ, ആലോചിക്കാൻ പറഞ്ഞ ഇരുന്ന് ആലോചിക്കാണോ? സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ ഒരു കാര്യം സ്വയം ചെയ്യില്ലേ? സത്യനെ വിളിക്കടാ, സത്യ. എങ്ങനെയുണ്ട് എന്റെ അടി? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നതിനെ അടിച്ചു നോക്കടാ. എടാ മണ്ടന്മാരെ, ഇങ്ങനെ വെറുതെ നിക്കല്ലേ. എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കേ. വേഗം വേഗം വേഗം. എടാ നിങ്ങൾ ആലോചിക്കേ വേണ്ട. ഒന്ന് ഫാൻ ഓഫ് ചെയ്താ മതി. പോ. ഇതൊന്ന് സൂക്ഷിച്ചു പിടിക്കണേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വന്നേക്കാം കേട്ടല്ലോ. ഇതാർക്കും കൊടുത്തേക്കരുത്. ഓക്കേ ഗട്ടു ബോസ്. എടാ മണ്ട, ഒന്ന് ഫാൻ ഓഫ് ആക്കടാ, ഫാൻ ഓഫ് ആക്കേ. ഗട്ടോ ബോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാൻ ഓഫ് ചെയ്യണ്ടാന്ന്. റിക്വസ്റ്റിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താൽ ബാഡ് മാനേഴ്സ് അല്ലേ ബോസ്? നിങ്ങളെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണണ്ടാ പറയാ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. അനങ്ങിപ്പോകരുത്. ആരും ഓടി രക്ഷപ്പെടാൻ നോക്കരുത്. അഥവാ ഓടിയാൽ ഞാൻ അവരെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഇതാ പിടിച്ചോളൂ മൻമാണി സാർ. ഇതാണ് ഇൻവിസിബിൾ വാൾ ഗൺ. ഇത് ഉപയോഗിച്ചാണ് ആ ഷേർ സിംഗ് എല്ലാവരും പറ്റിച്ചോണ്ടിരുന്നത്. ഇതിന് കടിക്കാൻ സ്ഥലം കിട്ടിയില്ലേ?